പാണക്കാട് മുയീനലി തങ്ങളെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് നടപടി വേഗത്തിലാക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പാർട്ടി മുയീനലി തങ്ങൾക്കൊപ്പമാണെന്നും PMA സലാം പറഞ്ഞു. അതേസമയം മുയീനലി തങ്ങളെ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിച്ചല്ല താൻ സന്ദേശം അയച്ചതെന്ന് റാഫി പുതിയകടവ് 24-നോട് പറഞ്ഞു. മുയീനലി തങ്ങളോട് ക്ഷമാപണം നടത്തിയെന്നും റാഫി പുതിയകടവ് പറഞ്ഞു. ഞാൻ തങ്ങളുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നൊരു ബന്ധം നൽകാണ് തങ്ങളെ ഞാൻ അങ്ങനെ വോയിസ് അയച്ചത്. തങ്ങളതിൻ്റെ മുമ്പ് പ്രകോപിതരായിട്ട് ചില സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ മൂപ്പര് മോശമായി പറയുന്നത് കൊണ്ടും ഇങ്ങനെ ഒരു ചർച്ച വന്നപ്പോഴല്ല ഞാൻ ആ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് തങ്ങളോട് എടുക്കുക അങ്ങനെ സംസാരിക്കലുണ്ട്, മെസ്സേജ് അയക്കലുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ തങ്ങളുടെ പിന്നീടുള്ള സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വന്നു. തങ്ങൾ എൻ്റെ നിലപാട് ഇതിനേക്കാളും വലുതാണ് നീ കാണാൻ പോകണമെന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ തമാശ തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് വീൽചെയറിലായിരിക്കും നിങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞു. മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തങ്ങൾ നാളെ കാണുന്നുണ്ട്, എന്തായാലും നാളെ സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തങ്ങളെ ഞാൻ നാളെ കാണുന്നുണ്ട്. മുയീനലി തങ്ങൾക്ക് പിന്തുണയുമായി സമസ്ത പോഷക സംഘടന SKSSF മലപ്പുറത്ത് പ്രകടനം നടത്തി. വിവരങ്ങളുമായി അരുൺ പാറക്കലാണ് ചേരുന്നത് മലപ്പുറത്ത് നിന്ന്. അരുൺ പാറക്കൽ, എന്താണ് സംഭവിച്ചതെന്നാണ് റാഫി പുതിയകടവിൽ പറയുന്നത്? ക്രിസ്റ്റീന, റാഫി പുതിയകടവിന്റെ ഭീഷണി സന്ദേശം എന്തായാലും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. ഒപ്പം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ മുയീനലി തങ്ങൾക്ക് പിന്തുണയുമായി ഒട്ടേറെ പേർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷം അങ്ങനെ തന്നെയാണ് പോകുന്നത്. നിലവിൽ ഈ റാഫി പുതിയകടവിൽ 24-നോട് നേരത്തെ സംസാരിച്ച താനിത തമാശയ്ക്ക് പറഞ്ഞതാണ്. ഈ മുയീനലി തങ്ങളുമായി നിരന്തരമായ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ, അതായത് ഈ മുയീനലി തങ്ങൾ ലീഗിന്റെ നേതൃത്വത്തെ, സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ചപ്പോൾ അതിൽ പ്രകോപിതനായാണ് ഇങ്ങനെ പറഞ്ഞത്. അത് ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയായിട്ടൊന്നും അതിനെ വിലക്കെടുക്കേണ്ട കാര്യമില്ല എന്നാണ് റാഫി പുതിയകടവിൽ 24-നോട് സൂചിപ്പിച്ചത്. എന്തായാലും മുയീനലി തങ്ങൾക്ക് പിന്തുണയുമായി കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. KT ജലീൽ MLA മുയീനലി തങ്ങൾക്കും പാണക്കാട് കുടുംബത്തെയും പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. ഒപ്പം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും മുയീനലി തങ്ങളെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന് അരുൺ പാറക്കൽ.